ഹായ്, ഞാൻ സലു. ഇന്ന് ഞാൻ കാണിക്കുന്ന വീഡിയോ ഞങ്ങൾ ക്രിസ്മസിൻ്റെ സമയത്ത് ഒരു ടൂറ് പോയിട്ടുണ്ടായിരുന്നു വയനാട്ടിലോട്ട്. അപ്പം ഞാൻ കണ്ട കാഴ്ചകളും അതോടൊപ്പം തന്നെ മനോഹരമായിട്ടുള്ള ഒരു ഗാർഡനുമാണ് കാണിക്കുന്നത്. ഞങ്ങളുടെ തന്നെ കാറിൽ പോയത് കാരണം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ നിർത്തി നിർത്തി പോകാൻ സാധിക്കും. അപ്പം പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഗാർഡനിങ് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഈ യാത്രയിൽ പോകുമ്പം ഒരിക്കലും വീഡിയോസ് എടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ടല്ല പോയത്. പക്ഷേ ഇതുപോലുള്ള കാഴ്ചകൾ എപ്പോഴും കാണുന്നതല്ല. അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് മാസം വീടുകളിൽ എല്ലാവരും ഇരിക്കുകയാണ്. പുറത്തു പോകാനും പറ്റാത്തൊരവസ്ഥ. കോവിഡ് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ടൂറിന് പോകുന്നത്. നമ്മൾ തന്നെ വണ്ടിയിലാണ് പോയത്. അപ്പോൾ ഞാൻ കണ്ട കുറച്ച് ഞാനൊരു സിറ്റിയിൽ താമസിക്കുന്നതുകൊണ്ട് പല കാഴ്ചകളും നമുക്ക് മിസ് ചെയ്യുന്ന കുറേ കാഴ്ചകളുണ്ട്. അതെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാമെന്നാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾ ചെന്നതിൻ്റെ അടുത്ത ദിവസമാണ് ഞങ്ങൾ രാവിലെ മുത്തങ്ങയിലോട്ട് ഒരു ജംഗിൾ സഫാരി ഉണ്ടായിരുന്നു. അവിടെ പോയപ്പം കണ്ട കാഴ്ചകളാണ്. ഒരുപാട് ആനയും മാനും വൾച്ചറും അതുപോലെ തന്നെ കുറേയേറെ കുരങ്ങുകളെയും ഒക്കെ കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ എടയ്ക്കൽ കേവ്സിലോട്ട് പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ്. ഇതേതാ വീടെന്നൊന്നും അറിയില്ല. ബൊഗെയിൻ വില്ലകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാർഡൻ. അവരുടെ വീട്ടിലേക്ക് കയറുന്ന എല്ലാ വഴികളിൽ മുഴുവൻ ബൊഗെയിൻ വില്ല വെച്ചിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു അത്. അതിനുശേഷം കുർബാദ്വീപിലേക്ക് പോകുന്ന വഴിക്ക് കണ്ട ഒരു മരമാണ്. നല്ലൊരു കാഴ്ചയായിരുന്നു. വള്ളികളെല്ലാം ചുറ്റി വളരെ പഴക്കം ചെന്ന ഒരു മരമാണ്. ഇത് പോയിൻസിറ്റിയ. ഈ ഒരു പ്ലാന്റ് കണ്ടിട്ടാണ് സുൽത്താൻ ബത്തേരിയിലുള്ള വിമൽ ജ്യോതി വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലേക്ക് ഞാൻ കയറി ചെല്ലുന്നത്. ഈ ഒരു പ്ലാന്റിൻ്റെ ഭംഗി മാത്രം കണ്ടാണ് അവിടേക്ക് ചെന്നത്. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, 1 മിനിറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ. അപ്പം പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെവിടെയാണ് സ്ഥലം എന്നൊക്കെ. ശരിക്കും ഇതൊരു കാണേണ്ട ഒരു കാഴ്ചയായിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ പെറ്റൂണിയ പ്ലാന്റ്സും കൂടെ നട്ടിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇവിടെ ഒരുപാട് ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കതെല്ലാം ഒന്ന് കണ്ടു നോക്കാം. ഈ പ്ലാന്റിൻ്റെ കെയർ നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് എത്ര വേണമെങ്കിലും സ്റ്റെം ഒടിച്ചു വെച്ചിട്ട് നടാം. അതുപോലെ തന്നെ ഇപ്പോൾ ക്രിസ്മസ് സീസൺ ആയപ്പം ഒരുപാട് ചെടികൾ ഇപ്പം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് വെള്ളം ഒഴിക്കുന്ന സമയത്ത് മാത്രം കുറച്ച് എന്താ പറയുക, കെട്ടി നിൽക്കുന്ന ഭാഗത്തൊന്ന് ഈ ചെടി കൊണ്ട് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോകും. നല്ല ആവശ്യത്തിനുള്ള സൺലൈറ്റും കിട്ടണം. എന്നാൽ ഒരുപാട് സൺലൈറ്റ് ഉള്ള ഭാഗത്ത് വെച്ചാലും അതിൻ്റെ ഒരു കളറിന് കുറച്ച് വ്യത്യാസം വരും. അല്ലാതെ പ്രത്യേകിച്ച് ഈ ഒരു പ്ലാന്റ് പെട്ടെന്ന് തന്നെ കിളിച്ചു വരുന്നതാണ്. നമ്മൾ കമ്പ് കുത്തി വെച്ച് കഴിഞ്ഞാലും വളരെ പെട്ടെന്ന് തന്നെ കിളിച്ചു വരുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ ലീവ്സാണ് ശരിക്കും ഈ റോസ് കളറിൽ കാണുന്നത്. ഇതൊരു രണ്ട് ടൈപ്പിലാണ് വരുന്നത്. ലീവ്സ് ആദ്യം വരുന്നതെല്ലാം റോസ് കളറിലായിരിക്കും വരുന്നത്. ഇതൊരിക്കലും പൂക്കളല്ല. ഇവിടുത്തെ സിസ്റ്റേഴ്സാണ് ഈ ചെടികളെല്ലാം കെയർ ചെയ്യുന്നത്. ഇത് ചൈനീസ് ബോൾസും ഉണ്ട്, അതുപോലെ തന്നെ ജമന്തി പല കളറിലുള്ളതുണ്ട്. സാധാരണ ബോൾസും കാണാം, അതുപോലെ തന്നെ ചൈനീസ് ബോൾസും കാണാൻ സാധിക്കും. ജമന്തി ആണെങ്കിലും എല്ലാം നല്ല ഒരു ഭംഗിയാണ് കാണാൻ. ഈ ഒരു പ്ലാന്റ് അധികം ആരും കാണാത്തതാണ്. ആമി മജൂസ് എന്ന് പറയും, അതുപോലെ തന്നെ ലേസ് ഫ്ലവർ എന്ന് പറയും. എന്താണെങ്കിലും ഈ ഒരു ഫ്ലവർ കാണാൻ വളരെ മനോഹരമാണ്. ആദ്യം ചെറിയ മുട്ടുകളായിട്ട് വന്ന് നല്ല വിരിഞ്ഞിരിക്കും. ശരിക്കും ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് ഈ ഒരു ഫ്ലവർ കാണുമ്പോഴത്തേക്ക്. നല്ല പൊക്കം വെക്കുന്ന ഒരു ചെടിയാണ്. ആവശ്യത്തിന് സൺലൈറ്റും വേണം ഈ ഒരു ചെടിക്ക്. ഇത് നൺ ഓർക്കിഡ് എന്ന് പറയും. അതുപോലെ തന്നെ ഇതൊരു ഗ്രൗണ്ട് ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട
ഒരു ഓർക്കിഡ് ചെടിയാണ്. വളരെ മനോഹരമാണ് ഇത് കാണാനായിട്ട്. നല്ലൊരു സ്പൈക്കോട് കൂടിയാണ് ആ ഫ്ലവേഴ്സ് എല്ലാം വരുന്നത്. ഈ ഒരു പ്ലാന്റിൻ്റെ പേരാണ് ലില്ലി ഓഫ് ദി ഇൻകാസ്. ഡിഫറെൻറ്റ് കളേഴ്സിൽ കാണാൻ സാധിക്കും. യെല്ലോ, റെഡ്, ബ്ലൂ, വയലറ്റ് അങ്ങനെ പല കളേഴ്സിലുണ്ട്. ജമന്തി ആണെങ്കിലും പല കളേഴ്സിൻ്റെ ഇവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം നല്ല കെയർ കൊടുത്താൽ മാത്രമേ ഇതുപോലെ പൂക്കൾ വിരിഞ്ഞ് നല്ല ഭംഗിയായിട്ട് നിൽക്കത്തുള്ളൂ. ഇത് ശരിക്കും നല്ല പൊക്കം വെക്കുന്നതാണ് നമ്മുടെ സാധാരണ നാടൻ പെറ്റൂണിയ. പല കളേഴ്സിൽ ഇപ്പം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് എവിടെയെങ്കിലും നിങ്ങൾ നഴ്സറിയിൽ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കണം. അത്ര ഭംഗിയാണത് കാണാനായിട്ട്. എപ്പോഴും പൂത്ത് നിൽക്കുന്ന ഒരു പ്ലാന്റാണ് ചൈനീസ് ബോൾസം. ഇത് നമ്മൾ കടയിൽ നിന്ന് ഒരു ചെറിയ ഒരു കവറിൽ ഒരു പ്ലാന്റ് വാങ്ങിച്ചാൽ പോലും നമ്മളത് നല്ല പോട്ടിംഗ് മിക്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് പൂക്കൾ എപ്പോഴും തരുന്ന ഒരു പ്ലാന്റാണ്. ഈ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൻ്റെ എല്ലാ സൈഡുകളിലും ചെടികൾ വെച്ചിരിക്കുകയാണ്. ഞാൻ കയറി ചെന്നപ്പം തന്നെ സിസ്റ്ററിനോട് ഈ ഒരു ഇവിടുത്തെ ഒരു വീഡിയോ എടുത്തോട്ടേന്ന് ചോദിച്ചപ്പം ഒരു മടിയും കൂടാതെ എനിക്ക് കാണിച്ചു തന്നു. ബാക്ക് സൈഡിലും ഒക്കെ പ്ലാന്റ്സ് ഉണ്ട്, എല്ലാം നന്നായിട്ട് എടുക്കണം എന്ന് പറഞ്ഞു. ശരിക്കും ഈ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാതെ പോയിരുന്നെങ്കിൽ ഒരു വലിയ നഷ്ടമായിരുന്നേനെ. നമ്മുടെ വീടുകളിലും ഇതുപോലെ തന്നെ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ ഇതുപോലെ തന്നെ നമ്മുടെ ഗാർഡനും പൂത്തുലഞ്ഞ് നിൽക്കുന്നതാണ്. ഇത് ഹോസ്റ്റലിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ചെടികളെല്ലാം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം വെച്ചിരിക്കുന്നത് ഗ്രോ ബാഗിലാണ്. പോട്ടിംഗ് മിക്സ് ഒക്കെ കറക്റ്റായിട്ടുള്ള ചെയ്തിരിക്കുന്നത് കാരണം നല്ല പോലെ ആ ചെടികളെല്ലാം തന്നെ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നു. നാടൻ പെറ്റൂണിയ സാധാരണ ഇങ്ങനെ വള്ളി പോലെ പടർന്ന് മുകളിലോട്ട് കയറുന്നതാണ്. അപ്പോൾ അതിന് വലിയ കമ്പുകളെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് വളർന്ന് കയറാനായിട്ട്. ഇത് ഫ്ലെയിം വൈൻ അല്ലെങ്കിൽ ഓറഞ്ച് ട്രംപറ്റ് വൈൻ അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നതാണ്. നല്ല വള്ളിച്ചെടിയാണ്, നല്ല ഭംഗിയുള്ളതാണ്. ഈ ഹോസ്റ്റലിൻ്റെ ബാക്ക് സൈഡിലായിട്ട് തന്നെ വെജിറ്റബിൾസ് നട്ടിട്ടുണ്ട്. ക്യാബേജ്, കോളിഫ്ലവർ, അതുപോലെ മുളക്, വെണ്ട അങ്ങനെ പലതരത്തിലുള്ളതുണ്ട്. ഇതും ഒരു കാഴ്ചയാണ്. അതുപോലെ ജാമ്പമരം നിറയെ പൂത്ത് ഇപ്പം കുറേ ജാമ്പയ്ക്കയൊക്കെ നിൽപ്പുണ്ട്. അതുപോലെ ഡാലിയൊക്കെ നല്ലപോലെ വിരിഞ്ഞ് നിൽപ്പുണ്ട്. ഇവിടുത്തെ മണ്ണിൻ്റെയും അതുപോലെ തന്നെ കാലാവസ്ഥയുടെയും പ്രത്യേകതകളുണ്ട് ഇതുപോലെ നല്ലപോലെ വളർന്ന് നിൽക്കാനുള്ളത്. എന്നാൽ തന്നെ മിക്ക വീടുകളിലും ഞാൻ കണ്ടത് ഫ്ലവറിങ് പ്ലാന്റ്സ് ഒരുപാടുണ്ട്. എന്നോട് ഈ ഒരു ഗാർഡൻ്റെ വീഡിയോസ് എടുക്കാൻ സമ്മതിച്ച സിസ്റ്ററിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എന്നാലും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. ഇങ്ങനെയൊരു അവസരം എൻ്റെ വ്യൂവേഴ്സിന് കാണാൻ സാധിച്ചതില്ല. ഇത് ഞങ്ങൾ വയനാട്ടിൽ ഹെറിറ്റേജ് മ്യൂസിയം കാണാൻ പോയപ്പോൾ കണ്ട കാഴ്ചയാണ്. ഇതിൽ ശരിക്കും ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് വളരെ ഈസിയാണ്. കമ്പ് കൊണ്ട് നട്ടാൽ മതി, പെട്ടെന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നതാണ്. അതുപോലെ തന്നെ ആർച്ച് പോലെ നമുക്ക് വെക്കാൻ സാധിക്കും. ഇത് ഓറഞ്ച് ട്രംപറ്റ് വൈൻ എന്ന് പറയും, ഫ്ലെയിം വൈൻ എന്ന് പറയും, പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മതിലിലൊക്കെ ഇത് വളർത്തിയെടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നല്ല ഭംഗി ഓറഞ്ച് കളറിലുള്ള ഫ്ലവേഴ്സും നമുക്ക് കാണാൻ സാധിക്കും.